അതിനകത്ത് ഇപ്പോൾ എന്ത് ധാരണയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടയ്ക്ക് എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടില്ല? അവർക്ക് ആവശ്യപ്പെടായിരുന്നല്ലോ. കേരളത്തിലെ മഴക്കാലമാണ്, തെരഞ്ഞെടുപ്പ് വേണ്ട, എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടില്ല? അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ മേൽ പഴി വേണ്ട. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഞങ്ങളെല്ലാവരും പ്രഖ്യാപനത്തോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നു. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? 10 മാസത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ശരിയാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരിശോധിക്കേണ്ടത്. ഏതായാലും പരാജയ ഭീതി കൊണ്ടാണ് എം വി ഗോവിന്ദന്റെ ഈ ജൽപ്പനങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സത്യം. അന്നൂറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് ഏതെങ്കിലും തലത്തിൽ ചർച്ച സാധ്യതയുണ്ടോ? അതിനുള്ളൊരു മുൻകൈ ആരും എടുക്കുന്നുണ്ടോ? ഇന്നലെയും ഞാൻ കാര്യം അൻവർ ഉൾപ്പെടെയുള്ളവരോട് സംസാരിച്ചു. ഇന്നും അത് തുടരും. അദ്ദേഹത്തെ കൂടി ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാവരുടെയും ആഗ്രഹം അതാണ്. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ CPK കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ടും ഇന്നലെ രാത്രി KC വേണുഗോപാൽ ഞങ്ങളെല്ലാവരും പരസ്പരം സംസാരിച്ചതാണ്. എല്ലാവരുടെയും ആഗ്രഹവും അദ്ദേഹത്തെ കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകണമെന്നാണ്. തീർച്ചയായിട്ടും, കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ശക്തികളെയും എല്ലാ വ്യക്തികളെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് UDFന്റെ എന്നത്തെയും സമീപനം. അതുതന്നെയായിരിക്കും ഇപ്പോഴും തുടരുന്നത്. ഇന്ന് നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമം തുടരും. അദ്ദേഹം കോൺഗ്രസിനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് അദ്ദേഹം UDFിലേക്ക് കയറാൻ ശ്രമിക്കുന്നു എന്നൊരു പൊതുവൊരു വിമർശനമുണ്ട്. കാരണം അദ്ദേഹം ഇന്നലെ തന്നെ പറയുന്നത് ആന്റണി ഷൗക്കത്ത് എങ്ങനെ സ്ഥാനാർത്ഥി ഇതെല്ലാം തനിക്കറിയാം, താനിതെല്ലാം പുറത്തുവിടുമെന്നെല്ലാം പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടോ? അല്ല, ഞാൻ ഓരോരുത്തരും പറയുന്നതിന് മറുപടിക്കൊന്നും ഞാനില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? നിലമ്പൂർ ഇലക്ഷനിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ളതാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങളെല്ലാവരും ഒരു മനസ്സോടുകൂടി ചെയ്യുന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് KC വേണുഗോപാലുമായിട്ട് ഇനി ചർച്ച നടത്തിയിട്ട് ഇനി മുന്നോട്ടുള്ളൂ. KC വേണുഗോപാൽ രംഗത്തിറങ്ങി തനിക്ക് വേണ്ടി താൻ സംസാരിക്കും. ഇനി KCയിലാണ് തന്റെ പ്രതീക്ഷ എന്നാണ് ഇന്നലെ അദ്ദേഹം പറയുന്നത്. അത് നല്ല കാര്യമാണ്. KC വേണുഗോപാൽ കേരളത്തിലെ നേതാവാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. സംഘടനാ ചുമതലയുള്ള അദ്ദേഹവുമായി സംസാരിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൂട്ടായിട്ട് ഈ കാര്യത്തിൽ ഒരു മനസ്സോടെ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന VV പ്രകാശ് തോൽക്കാൻ കാരണം ഷൗക്കത്ത് പാലം വലിച്ചതുകൊണ്ടാണോ വിമർശനം? അതൊക്കെ ചുമ്മാ തെരഞ്ഞെടുപ്പിൽ ഉള്ള കള്ളപ്രചരണങ്ങളാണ്. അത്തരം ഒരു പ്രചരണം ഇത്തവണ ഏക്കാൻ പോകുന്നില്ല. എല്ലാ കോൺഗ്രസുകാരും എല്ലാ UDF പ്രവർത്തകരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഓൾറെഡി. ബാക്കി എല്ലാവരും ഉടനടി തന്നെ രംഗത്തിറങ്ങും. വൻ വിജയത്തോടെ UDF അവിടെ വിജയിക്കും. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ട അതേ കാഴ്ചയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഒരു കാര്യം കൂടി, ഈ തൃണമൂലിനെ അസോസിയേറ്റ് മെമ്പറായിക്കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരം ഇന്നുണ്ടാകുമോ? അതാണ് ആലോചന. അതിനുള്ള സംസാരങ്ങൾ നടക്കുകയാണ്, നോക്കാം. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു.